സിനിമ ഒരു മേഖലയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം സിനിമ എപ്പോഴും ഉയർച്ച താഴ്ചകൾ, ഇപ്പോൾ ഇന്ന് സിനിമ ഉണ്ടാവും, ചിലപ്പോൾ നാളെ നമുക്ക് വരുമാനങ്ങളെ ഉണ്ടാവില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ചേച്ചി സിനിമയിൽ തന്നെ എന്ന് തീരുമാനിച്ചത്? ഞാൻ വന്നു തുടങ്ങിയത് അഗ്നിസാക്ഷിയിലാണല്ലോ. അത് കഴിഞ്ഞിട്ടൊന്നും പിന്നെ അഭിനയിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുറേ 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കൈരളിയിലൊരു പ്രോഗ്രാമിന് വേണ്ടി വിളിക്കണു, അടുക്കളപ്പുറം എന്നൊരു പ്രോഗ്രാമിന് വിളിക്കണു. അത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അന്ന് ഒരു 7 days അങ്ങോട്ടും ആയിട്ടുള്ളൂ. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കോള് വരുന്നതും. പിന്നെ അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഷൂട്ട് തുടങ്ങി. അങ്ങനെ അതിലൂടെയാണ് പിന്നെ ആൾക്കാർ എന്നെ അറിഞ്ഞു തുടങ്ങുന്നത്. ഈ നിഷ ശാരംഗ് എന്നുള്ള പേര് പോലും വരുന്നത് അതിലൂടെയാണ് ഫസ്റ്റ് വരുന്നത്. അവിടെയാണ് പേര് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം. അതിൽ കൈരളിയിലൂടെയാണ് നിഷ ശാരംഗ് ആക്കി തുടങ്ങിയത്. അതുവരെ അങ്ങനെ ശാരംഗ് എന്നുള്ള ഇത് ഇട്ടിട്ടില്ല. അപ്പോൾ വന്നു, ആ പ്രോഗ്രാം വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു, ഭയങ്കര സക്സസ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ അതിലൂടെ വന്ന് പിന്നെ അങ്ങനെ ഒരുപാട് സീരിയൽസും സിനിമയും ഒക്കെ ചെയ്തു തുടങ്ങി. കാഴ്ചയൊക്കെ അതിന് ശേഷം ചെയ്തതാണ്.